ചെയ്യുമ്പോൾ നിങ്ങൾ മാജിക് കാണാൻ പോകുന്നത് മാജിക്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും തമിഴിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പെരുന്നാളിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ നാളെ ഞാൻ ചെയ്യാൻ പറ്റില്ല, ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏതോ എന്തിനാന്ന് ഓർമ്മയില്ല, പെരുന്നാളിൻ്റെ വീഡിയോയിൽ ഞാൻ തോന്നുന്നു അല്ലേ, ലിപ്സ്റ്റിക്ക് ഇടുന്നത് അതിൽ ഉണ്ടല്ലോ റെഡി ആവുന്നത്. അപ്പോൾ അതിലെന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ പുതിയ ലിപ്സ്റ്റിക് കാണുന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ലിപ്സ്റ്റിക്കും പിന്നെ വേറൊരു സാധനം, ഒരു 3 ഐറ്റംസ് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നൊരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ സാധനങ്ങളൊക്കെ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാധനങ്ങൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവും. ചില സമയത്ത് എൻ്റെ ബാഗിലുണ്ടാവും, ചില സമയത്ത് മേശയിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഈ ഒരു എന്താ പറയുക ഗ്ലാസ്സിൽ എടുത്ത് വെച്ചാണ്, വെറുതെ ഒന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം എന്തൊരു മണം, ഏതോ ഒരു സാധനത്തിൻ്റെ മണം മണക്കുന്നുണ്ട്. എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാങ്ങിച്ചതാണ്. എനിക്ക് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ലാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക്ക് പറയുന്നത് ഇതാണ് കേട്ടോ. മാരി ജോക്കിൻ്റെ ലിപ് ഗ്ലോസ് വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 21 ആണ് കേട്ടോ വരുന്നത്. കണ്ട, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് 299 289 അങ്ങനെ എന്താ റേറ്റ് വരുന്നത്. ഞാൻ ഇത് എവിടെ വാങ്ങിച്ചു വെച്ചാൽ ഷോപ്പിങ്ങിൽ നിന്നാണ് കേട്ടോ. കാഞ്ഞങ്ങാട് ഷോപ്പിങ്ങിന് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് അവിടെ തന്നെയുള്ള ഫാൻസി ഷോപ്പിന് മുകളിൽ ഉള്ള ഫാൻസി ഷോപ്പിൻ്റെ ഒരു സാറ ഫാഷൻ അങ്ങനെ എന്താണ് ഷോപ്പിൻ്റെ പേര്. ഷോപ്പിങ്ങിൻ്റെ ഇതിനുള്ള ഒരു ഫാൻസി ഷോപ്പേ ഉള്ളൂ മോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. മാരി ജോക്കിൻ്റെ തന്നെ കളർ ചേഞ്ച് ലിപ്സ്റ്റിക്ക്. ഓക്കെ, ഇത് ലിപ് ബാം അല്ല കേട്ടോ. അപ്പം എനിക്കിതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞത് ലിപ് ഗ്ലോസ് ആണ്, ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ നമുക്ക് ഷൈനിങ് ഇടാൻ വേണ്ടി ഇടാം, അല്ലെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് അല്ലാത്ത സമയത്ത് ലിപ്സ്റ്റിക്ക് ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു. എനിക്ക് ഷെയ്ഡ് സാധനത്തിനെ പറ്റി അറിയില്ല, ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടു തോന്നുന്നു. പക്ഷേ ഇത് എന്താണെന്ന്, ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ സാധനം ഉണ്ടെന്നിട്ട് ജസ്റ്റ് അവരുടെ കയ്യിലൊക്കെ വരച്ച് അന്നത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടോ അറിയില്ല, ജസ്റ്റ് കാണിച്ചത്. അപ്പോൾ ഒക്കെ കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 സംതിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ 2 സാധനം വാങ്ങിച്ചപ്പോൾ ഞാനിപ്പം പുറത്ത് നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ തന്നെയാണ് തരിക. പക്ഷെ അവിടെ ഫുൾ കവറിങ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ പൊട്ടിക്കാതെ ഉണ്ടാവില്ല, അങ്ങനെ ആയിരുന്നു ഇത് ഉണ്ടായത്. ഈ ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ഇത് ഫുള്ള് കവർ ഞാനാണ് പൊട്ടിച്ചത് കേട്ടോ. അപ്പം ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ നാട്ടിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ലിപ്സ്റ്റിക്കിൽ മറ്റേ ഐറ്റംസൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. പക്ഷെ ലിപ്സ്റ്റിക്കിൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ സംഭവം കിട്ടുന്നത്. അത് മാത്രമല്ല അവിടെ അവർ നമുക്ക് എന്താ പറയണ്ടേ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാം വേറെ എക്സ്ട്രാ ഉണ്ട്. ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പുതിയ സാധനം തരുത്ത്, അങ്ങനെയാണ് ഇവിടെ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ചെയ്ത് കാണിക്കണം ഗൈസ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു കസിന് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു ഇത് ലിപ് ഗ്ലോസ് അല്ല, ലിപ് ബാമാണ്. എന്താ പറയുക, ലിപ് ഗ്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതുപോലത്തെയൊക്കെ ലിക്വിഡായിട്ട് ഇങ്ങനെ ഇടുന്നതാണ് ലിപ് ഗ്ലോസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലിപ് ബാമാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഇതിൽ ലിപ്സ്റ്റിക്കാണ് കാണുന്നത്, കളർ ചേഞ്ച് ലിപ്സ്റ്റിക് എന്നാണ് കാണുന്നത്. സംഭവം എന്ന് വെച്ചാൽ, കാരണം ലിപ് ബാം ആണെങ്കിൽ തന്നെ എന്താ നമുക്ക് തേച്ചാണ്ടി തുറക്കുമ്പോൾ അപ്പാട് പോകണുണ്ട്. പക്ഷെ ഇത് അങ്ങനെ പെട്ടെന്ന് പോവേയില്ല, അത്രയും അടിപൊളി സാധനമാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കഴിക്കുന്നൊരു കോലുമുട്ടായുണ്ട് സെയിം കളർ, അതിൻ്റെ സെയിം സ്മെല്ലാണ്. പക്ഷെ ടേസ്റ്റ് അല്ല, ടേസ്റ്റ് വളരെ കയ്പാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇത് ഷെൻസ് പിന്നാണ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ മൂടിയിട്ട് ഇതിൻ്റെ മൂടിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഷേപ്പ് കുറച്ച് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് കാണിച്ചു തരുന്നില്ല, കാരണം ഇല്ലേ ഇത് ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് കളർ മാറുന്നുണ്ട്. കാരണം ഇത് ലിപ് ചേഞ്ച് എന്താ പറയുക, കളർ ചേഞ്ച് ലിപ്സ്റ്റിക് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് കളർ നല്ലപോലെ ചേഞ്ച് ആവുന്നത്, കാരണം രണ്ടും കൂടി മിക്സ് ആക്കി ഇടുമ്പോൾ. അപ്പോൾ ഇത് സെക്കൻഡായിട്ട് ഞാൻ കാണിക്കാട്ടെ സംഭവം. ഇതിൻ്റെ നല്ല എന്താ ഇതിൻ്റെ കവറിങ് ആണ്, നല്ല രസമുണ്ട് കണ്ടില്ലേ, നല്ല രസം. ഇതും മാരേജ് ജോക്കിൻ്റെ തന്നെയാണ്, 03 ആണ് ഇതിൻ്റെ ഇത് വരുന്നത്, നമ്പർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ടായ കളർ ഫസ്റ്റ് ഒരു ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം വൈറ്റും ഒരു പിങ്കും അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് അവർ കാണിച്ചു തന്നിട്ടുണ്ടായത് കേട്ടോ. ഓക്കെ, പക്ഷെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഈ ഒരു കളറാണ് എനിക്ക് ഞാൻ കണ്ടത്. കാരണം എനിക്ക് ഇതിൻ്റെ സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ ഗൈസ്, ഏതാണ് എടുക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. കാരണം ഇതിപ്പോൾ റെഡ് ആണെങ്കിലും ഇടുമ്പോൾ റെഡ് കളർ, അതാണ് കളർ ചേഞ്ച് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കളർ വേറെ തന്നെയാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ. അപ്പം ഞാൻ അത് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇതെന്ത് കളറായിട്ടാണ് മാറുന്നത് ഈ ഒരു ഷെയ്ഡ് എന്ന് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ലിപ്സ്റ്റിക് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനായി നമുക്ക് ഫസ്റ്റ് ലിപ് ബാം ഇടാം. അപ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്തു. നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് എനിക്ക് പറയാൻ മറന്നു, ലിപ് ലൈനർ ഉണ്ട്. ലിപ് ലൈനർ ഇപ്പോൾ തൽക്കാലം ഇടുന്നില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കാണിച്ചു കേട്ടോ. ലിപ് ലൈനർ ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവില്ല, അത് കാണിക്കുന്നില്ല. ഇപ്പോൾ തൽക്കാലം പുതിയതായിട്ട് കാണിച്ചാൽ നമുക്ക് ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അത് ഞാൻ കാണിക്കാം കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് ഷെയ്ഡാണ് വരുന്നത്. എന്ത് കളറാണെന്ന് പറഞ്ഞു തരുന്നത് എനിക്കൊരു ഡാർക്ക് റോസ് അല്ല, ഓക്കെ, ഒരു ഡാർക്ക് പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. മറ്റേതുപോലെ നമുക്ക് ഭയങ്കര ഒരു കട്ടി തോന്നിക്കുന്നില്ല കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ, അതായത് അങ്ങനെ കട്ടി ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡ്. ഞാൻ അന്ന് എന്താ ഫേസ് കാനഡേൻ്റെ ഏകദേശം ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ആ ഒരു ഷെയ്ഡ് എടുത്ത് എൻ്റെ ഫേസിൽ നല്ലപോലെ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് വീണ്ടും എടുത്തത്. ഇത് നിങ്ങൾക്ക് കാണാൻ ലിപ്സ്റ്റിക് കിട്ടുമ്പോൾ തന്നെ എൻ്റെ ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരത്തെ ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിന്, എന്താ പറയുക, നമ്മൾ ലിപ്സ്റ്റിക്ക് മാത്രം ഇടും, പക്ഷേ ബോയ്സിൻ്റെ വിചാരം നമ്മൾ ഫുള്ള് മുഖത്ത് പൊട്ടിയടിച്ച് വരുന്നതാണ്. റീൽസിനെ കുറച്ചായിട്ട് സ്റ്റോറി ഇട്ടതില്ലോ, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബോയ്സിന് മാത്രമല്ല നമ്മുടെ പല റിലേറ്റീവ്സിനും അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോയാൽ തന്നെ ഓള് മുഖത്ത് എന്തിങ്ങനെ മേക്കപ്പ് വാട്ടിട്ട് വരുന്നില്ല ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ ഏകദേശം ലിപ്സ്റ്റിക്ക് ഐബ്രോ ഒക്കെ ഒന്നൊരു സെറ്റാക്കി വന്നത് നമ്മൾ ഫുൾ മേക്കപ്പിൽ വന്ന ഒരു ലുക്കാണ് കാണുന്നത്. പക്ഷെ മേക്കപ്പ് അല്ല ഗൈസ്, അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ. ഞാൻ ആ ഒരു കളർ ഇട്ടിട്ട് എൻ്റെ ഫേസിൽ നല്ല മാച്ച് ആയതുകൊണ്ടാണ് ഈ കളർ ഞാൻ ലിപ്സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് അവർ എനിക്ക് കുറേ ന്യൂഡ് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ഓൾറെഡി ഈ ഒരു ഷെയ്ഡ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ന്യൂഡ് ഷെയ്ഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതൊരു ഓറഞ്ച് ടൈപ്പ് കളർ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്താൽ ഇതുണ്ടല്ലോ, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളർ ഞാൻ എടുത്തത്. കാരണം എനിക്ക് എൻ്റെ ഫേസിൽ കുറച്ചും കൂടി മാച്ചാണെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ വീഡിയോയിൽ എല്ലാവരും അധികം ന്യൂഡ് ഷെയ്ഡ് എന്നൊക്കെ വീഡിയോസായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളും
ന്യൂഡ് ഷെയ്ഡ് അതാണ് ലിപ്സ്റ്റിക്ക് നമ്മളങ്ങനെ വിചാരിച്ചു പോകും. പക്ഷേ നമ്മൾക്ക് ഫേസിൽ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും, നമ്മളത് തിരഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ അത്യാവശ്യം ഇടാറുണ്ട്. ഓക്കെ, ഇപ്പം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഡാർക്കായിട്ട് നല്ല ഹെവി ആയിട്ട് ഇരിക്കണമെങ്കിൽ ഈ ഒരു കളർ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇങ്ങനെയുണ്ട് ഗൈസ്. അപ്പം ഞാനിതൊരു തംബ്നെയിൽ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കളർ ചേഞ്ചിങ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഈ തംബ്നെയിൽ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കി നമുക്ക് ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യാം. അപ്പം ലിപ് ബാം ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യല് കേട്ടോ. പക്ഷേ ഈ കളർ ചേഞ്ചിങ് ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, അതങ്ങനെ പെട്ടെന്ന് എന്തിട്ട് വാങ്ങിച്ചാൽ അങ്ങനെ വളരെ പെട്ടെന്നൊന്നും പോകില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണിച്ചതൊക്കെ നമുക്കിത് റിമൂവ് ആക്കി കളയാം. ഇതങ്ങനെ ഫുള്ളായിട്ട് പോയിട്ടൊന്നുമില്ല. പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നും. മറ്റേതിനേക്കാളും ഭയങ്കര ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഭയങ്കര തിക്കായിട്ട് തോന്നില്ല, വളരെ ലൈറ്റ് വെയിറ്റ്. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല കംഫർട്ട് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് കിട്ടുന്നുള്ളൊരു ഫീലിംഗ് ഇല്ല. പിന്നെ എന്താണ്, ലോങ് ലാസ്റ്റിംഗ് ആണോ ചോദിച്ചാൽ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരുപാട് നേരം നമ്മൾ നിൽക്കുക, നമ്മളൊന്ന് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ചുണ്ടൊക്കെ പോയി. ലിപ്സ്റ്റിക്ക് ഞാനിപ്പോൾ ഏകദേശം അയച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ലിപ് ഗ്ലോസ് എന്താണെന്നുള്ളത്, ലിപ് ഗ്ലോസ് അല്ല സോറി, ഇതാണ് ശരിക്കും ലിപ് ഗ്ലോസ്. മാരി ജോക്കിൻ്റെ ലിപ് ഗ്ലോസ് വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് കേട്ടോ, ലിക്വിഡ് മാറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, നമ്മളെ കളർ ചേഞ്ച് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചാൽ, ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ല റെഡ് കളറാണ് കേട്ടോ. ഇത് കാണാണ്ട് നല്ല മണമെന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കാൻ തോന്നുന്ന മണമാണ്. അങ്ങനെ കഴിച്ചു പോകും മണത്ത്. ഞാൻ കുട്ടികളൊക്കെ മണപ്പിച്ചാൽ ഉറപ്പായിട്ടും കഴിക്കൂട്ടാ. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മാജിക് കാണാൻ പോകുന്നു ഗൈസ്, മാജിക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? കണ്ടാ, അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു വലിയ ഫംഗ്ഷൻ അല്ല, ജസ്റ്റ് നമ്മളൊന്ന് പുറത്തേക്ക് പോകാന്ന്. അപ്പം നമുക്ക് ഇത്ര ഹെവി ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്താൽ മതി. വേറെ ലിപ്സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ആ റേറ്റ് എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ലൈറ്റ് ആണ്, കുറച്ച് അധികം ഇടുകയാണെങ്കിൽ കുറച്ച് ഡാർക്കായിട്ട് ഇട്ടു. കണ്ടില്ലേ, ഞാൻ വാങ്ങുന്ന സമയത്ത് അവർ ജസ്റ്റ് ഇത് ഷൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഇത് ഷൈനിങ് അല്ല, നമുക്ക് ലിപ്സ്റ്റിക്കായി അവർ പറഞ്ഞിട്ടുണ്ടായിന്. ലിപ്സ്റ്റിക്ക് അല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ എനിക്ക് തോന്നുന്നു, പക്ഷേ എനിക്ക് ഫസ്റ്റ് അവർ കയ്യിലിട്ടൊന്നും കാണിച്ചു തന്നത് ഈ കളറില്ല, വൈറ്റും പിങ്കും മിക്സ് ആയിട്ടുള്ളൊരു ഇത് ഷെയ്ഡായിരുന്നു കണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു കളർ ലിപ്സ്റ്റിക് എടുത്തുകൊണ്ടാണ് ഏകദേശം ആ ടച്ചിൽ വരുന്ന കളർ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അവരതുകൊണ്ടാണ് തന്നത്. പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഷെയ്ഡും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിട്ടില്ല. അവർ തന്നു, ഞാൻ വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം എനിക്കിതിൻ്റെ എന്താ പറയണ്ടേ, എൻ്റെ ഒരു എന്താ ഇതിനെ പറയാ ഗൈസ്, ഇതെനിക്ക് ഭയങ്കര, ഇതിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, എന്തായി ലിപ്സ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ടല്ലോ, എന്ത് പറയാൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സിൽവർ കളർ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കണ്ടില്ല, കണ്ടാ?
അപ്പം നമുക്ക് ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് പോയാൽ മതി. അതുപോലെ ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇടുക, പോവാം. ലൈറ്റായിട്ട് മതിയെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ എന്താ പറയുക, ലൈറ്റ് കളറായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണ് എൻ്റെ പുതിയ 2 ഐറ്റംസ്. ഓക്കെ, പിന്നെ വേറെ എന്താ കാണിക്കുക, ഇത് രണ്ടിനും 299 ആണ് റേറ്റ് എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങാം കേട്ടോ. പിന്നെ വേറെ അടുത്താണ് വേറെ ഈ മാരേജ് ഓക്കിൻ്റെ ഇത് ലിപ്സ്റ്റിക്ക് വേറെ എവിടെയാണ് അവൈലബിൾ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ വേറെ എവിടെ അന്വേഷിച്ചില്ല. ഞാൻ പിന്നെ ഇത് ഈ ഒരു കമ്പനിയായിട്ട് അന്വേഷിച്ച് പോയതുമല്ല, അവർ തന്നതാണ്, നല്ല സാധനമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇട്ടപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി സാധനമായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ വാങ്ങിച്ചത് ഐബ്രോ പെൻസിലായിരുന്നു കേട്ടോ. എനിക്കന്ന് മീഷോന്ന് ഐബ്രോൻ്റെ മറ്റേ പാലറ്റ് എനിക്ക് 9 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കും. അത് എൻ്റെ ഷെൻസ് പിറ്റേ ദിവസം തന്നെ അതിനെ തോണ്ടിക്കളഞ്ഞ് ഫുള്ള് കളിച്ചിട്ടായിരിക്കും. ഭയങ്കര സങ്കടമായിട്ട്, കാരണം വെച്ചാൽ 9 രൂപയ്ക്ക് അത്ര അടിപൊളി സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷെൻസോ ഫുൾ ടോട്ടലി കളഞ്ഞു പൈസ അത്. അപ്പം ഞാനിത് ഇന്നലെ മിനിഞ്ഞാന്നോ എന്തോ വാങ്ങിച്ചതാണ്. ബ്രൗൺ കളറാണ് കേട്ടോ. എനിക്ക് ഡാർക്ക് വാങ്ങിച്ചാൽ ഇതിട്ടാലേ കുഞ്ഞാളെ ഐബ്രോ പോലെയാണ്. എനിക്ക് സാധാരണ ഐബ്രോ ഇട്ടതിനാൽ എന്തോ കുട്ടികൾക്ക് കൺമിഷിട്ട് പോലെ ഒരു ഫീലാണ്. നമുക്ക് ആദ്യമായിട്ട് ഇടുമ്പോൾ അങ്ങനെ ഉണ്ടാവുമെന്നാണ് എല്ലാവരും പറയുന്നത്, നമുക്ക് അങ്ങനെ തോന്നിയാവുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത് ബ്രൗൺ കളറാണ്. ബ്ലാക്കും കൂടി കാണിച്ചാൽ പിന്നെ പറയണ്ടല്ലോ അവസ്ഥ. ഇതിന് 40 രൂപയില്ലോ കേട്ടോ. ഇത് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മെഹന്തി എന്ന് പറഞ്ഞ ഒരു മുക്കിൽ വരുന്ന മെഹന്തി എന്നുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ലിപ്സ്റ്റിക് കാണാൻ പിന്നെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോയത് കൊണ്ട് അവിടെ തന്നെ അങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ. എപ്പോഴും ഞാനിപ്പോൾ അധികം ഡ്രസ്സ് എന്താണ് എടുക്കാൻ പോകുമ്പോൾ പിന്നെ അവിടെ തന്നെ ഉണ്ടാണ്ട് അങ്ങനെ അവിടെ തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പം ഇതും കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത്, ഞാൻ മെയിനായിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വീഡിയോ ആണ്, എന്നാലും ജസ്റ്റ് ഇത് വേറൊരു വീഡിയോ ആയിട്ട് എടുക്കണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഐബ്രോ ഫിൽ ചെയ്യുന്നൊക്കെ ഞാൻ അന്നേ കാണിച്ചിട്ട് കുറേ മുമ്പ് കാണിച്ചിട്ടുണ്ട് മറ്റേ പാലറ്റ് വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതും കൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് മതിയാക്കാം. ഇതിൻ്റെ ടോപ്പിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഐബ്രോ കോംബോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് കോംബോ ചെയ്ത് എടുക്കാം ആദ്യം. നിങ്ങൾക്കറിയാം, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ ഐബ്രോ ഫില്ല് ചെയ്യാറില്ല. ഇവിടെ ചെയ്തതിന് ഭയങ്കര ബോറാണ്. ഇത് മാത്രമാണ് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ചെയ്തത് ശരിക്കും കുഞ്ഞിക്ക് കൺമശിട്ട പോലെയാണ് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ അത് ഫില്ല് ചെയ്യൂല, അതങ്ങനെ തന്നെ വരികയാണ് കേട്ടോ. നമ്മളൊന്ന് തേച്ചിട്ടില്ലെങ്കിലും ഐബ്രോ ജസ്റ്റ് കോംബ് ചെയ്താൽ തന്നെ ഏകദേശം കുറച്ചൊക്കെ ലെവലാവും നമ്മൾ ഐബ്രോ. ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടാ. ഫോണിൻ്റെ മിററിൽ എത്രത്തോളം ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവും എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കാട്ടോ. ഞാനണ്ട ഈ അധികം ഹെയർ ഇല്ലാത്തടത്ത് ഞാൻ വരക്കൂല. ഇപ്പം ശരിക്കും എൻ്റെ ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്, പക്ഷെ ഞാൻ അവിടെ കൊടുക്കൂല കേട്ടോ, കാരണം അത്ര തടി ഇങ്ങനെ വെച്ചാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പം ഞാനത് അത് കഴിഞ്ഞിട്ടുള്ള ആദ്യ ഭാഗത്താണ് ബോർഡർ കൊടുക്കുക. കണ്ടില്ലേ? അതുപോലെ തന്നെയാണ് മുകളിലും. ഇവിടെ ഞാൻ കൊടുക്കുന്നേ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ബോർഡർ ഇവിടെ വരുന്നത്, പക്ഷെ അത് ഞാൻ കൊടുക്കൂല കേട്ടോ, കാരണം ഭയങ്കര തടിയാവും എൻ്റെ ഐബ്രോ. കണ്ടോ? കണ്ടില്ലേ? എന്നിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. നമ്മൾ ഐബ്രോൻ്റെ ഹെയർ എങ്ങനെ വരുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരക്കാം. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ എൻ്റെ ഇപ്പുറം തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ?
ഓക്കെ, ഇപ്പറും ഏകദേശം മതി. എനിക്ക് അത്രയും വേണ്ടു കേട്ടോ. ഇതിനേക്കാൾ കട്ടിയാക്കിയാൽ ഭയങ്കര ബോറാവും. നമുക്ക് അതുപോലെ തന്നെ ഇപ്പറും എൻ്റെ ഇവിടെ ഒരു അടയാളം കണ്ട, അത് പണ്ട് കുഞ്ഞിലാ മറ്റേ കട്ടിൽ നിന്ന് വീണിട്ട് പൊട്ടേൻ്റെ അടയാളം എന്നാണ് ഉമ്മ പറഞ്ഞേട്ടാ. കണ്ടില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര മതി ഐബ്രോ. ഇപ്പം നിങ്ങൾക്ക് നേരത്തെ ഡിഫറെൻറ്റ് ഇപ്പോഴത്തെ ഡിഫറെൻറ്റ് തമ്മിൽ. അപ്പം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്നതിന് മുമ്പിലും ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷവും എല്ലാ വ്യത്യാസം കാണുന്നുണ്ടാവും. ശരിക്കൊന്നുമില്ല. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. നമുക്ക് വളരെ അടുത്ത് നിന്നാൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഹെയർ അങ്ങനെ പെട്ടെന്ന് ദൂരെ നിന്നിട്ട് ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഓക്കെ ഗായ്സ്, കുറച്ച് നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ. എനിക്കിപ്പം ഐബ്രോ ഫില്ല് ചെയ്തിട്ട് എന്തോ ഒരു പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ഫുള്ള് സെറ്റ് റെഡിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ കാണാൻ കുറച്ച് വൃത്തിയുണ്ടാവും. ഇപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് കൺവെൻഷൻ ഇല്ല ഒന്നും ഇട്ടാണ്ട് ഇങ്ങനെ പുറം ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അങ്ങനെ എന്തോ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അറിയില്ല, എനിക്ക് എൻ്റെ ഫേസ് എന്തോ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് പുതിയത് വാങ്ങിച്ച സാധനമാണ്, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചെന്ന് മാത്രം. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാഞ്ഞങ്ങടൊക്കെ പോവുകയാണെങ്കിൽ ഷോപ്പിങ്ങിൽ കയറുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പ്ലീസ് ഗൈസ്. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ കേട്ടപ്പോൾ ബൈ.